തൃശ്ശൂർ കോർപ്പറേഷനിൽ LDF-ൽ പൊട്ടിത്തെറി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. CPIയുടെ സിറ്റിംഗ് ഡിവിഷൻ കൃഷ്ണാപുരം ഡിവിഷൻ വിഭജനത്തോടെ ഇല്ലാതായി. അതോടുകൂടിയാണ് അവിടുത്തെ ആളുകളൊക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഭരണം നിലനിർത്തുന്ന തൃശ്ശൂരിൽ തൻ്റെ സീറ്റ് വെട്ടിയതിന് പിന്നിൽ സ്ഥാപിത താല്പര്യമെന്നാണ് CPIയുടെ വനിതാ കൗൺസിലർ ബീന മുരളിയുടെ ആരോപണം. ബീനയുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഞാൻ 3 തവണ മത്സരിച്ച് ജയിച്ച കൃഷ്ണാപുരം ഡിവിഷൻ, ആ ഡിവിഷൻ പൂർണ്ണമായും വെട്ടി മറ്റ് ഡിവിഷനുകളിലേക്ക് ഭാഗിച്ചു കൊടുക്കാനുണ്ടായത്. അത് തന്നെയല്ല, നിലവിൽ ആ ഡിവിഷൻ്റെ പേര് പോലും ഒന്ന് നിലനിൽക്കുന്നില്ല. നമ്മുടെ ആ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ ഒല്ലൂക്കര സോണൽ ഭാഗത്ത് വരുന്ന ഒരേ ഒരു ഡിവിഷനാണ് ഈ കൃഷ്ണാപുരം ഡിവിഷൻ. ആ ഡിവിഷനാണ് ഇന്ന് നേർപകുതി വെട്ടിയിട്ട് നടത്തറ ഡിവിഷനിലേക്ക് 700 വീടും ബാക്കി 500 സംതിങ് വീടുകൾ ഒല്ലൂക്കര ഡിവിഷനിലേക്കും അങ്ങനെ പകുത്തു കൊടുത്തേക്കാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ ഒറ്റാളുടെ ഭൂരിപക്ഷത്തിലാണ് ഒരു ഭരണം നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഭരണസമിതിയിൽ നിലവിൽ സിറ്റിംഗ് കൗൺസിലറായ എൻ്റെ ഡിവിഷൻ വെട്ടിയതിൽ വളരെയധികം ദുഃഖം എനിക്കുണ്ട്. സൂരജ് സജി ആണ് വാർത്തകൾ വിവരങ്ങളും ചെയ്യുന്നത്. സൂരജ്, ഗുഡ് മോർണിംഗ്. ബീന മുരളിയുടെ വേദന, സങ്കടം അത് ചെവിക്കൊള്ളൂ. അത് ചെവിക്കൊണ്ടാൽ ഒരു പരിഹാരം ഇനി എങ്ങനെ സാധ്യമാകും? ഹഷ്മി, ഒരു സീറ്റിന്റെ ബലത്തിലാണ് LDF തൃശ്ശൂർ കോർപ്പറേഷനിൽ ഈ ഭരണം നിലനിർത്തി പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഡിവിഷൻ വിഭജനം അടക്കം വന്നത്. ഇതിലാണ് ഇപ്പോൾ ഒരു ഡിവിഷൻ തന്നെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. CPIയുടെ സിറ്റിംഗ് സീറ്റായ കൃഷ്ണാപുരം ഡിവിഷനാണ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്. ഇത് 2 ഡിവിഷനുകളിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തു. CPIയെ സംബന്ധിച്ച് അവർ സുരക്ഷിതമായി ജയിച്ചു വന്നിരുന്ന ഒരു ഡിവിഷനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതോടൊപ്പം അതിലുപരി ബീന മുരളി ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡിവിഷൻ പൂർണ്ണമായും വെട്ടിമാറ്റിയതെന്നുള്ളതാണ് ബീന മുരളി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിനടക്കം താൻ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണെങ്കിൽ രാജിവെക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കും എന്നൊരു സൂചനയാണ് ബീന മുരളിയുമായി സംസാരിക്കുമ്പോൾ ബീന മുരളി നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ CPIയെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചുമെല്ലാം വലിയ പ്രതിരോധത്തിലേക്ക് ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം LDF-ന്റെ യോഗമടക്കം തൃശ്ശൂരിൽ ചേർന്നുകൊണ്ട് ഇത് സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ എഴുതി നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIയുടെ ഒരു കൗൺസിലർ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബീന മുരളിയെ സംബന്ധിച്ച് ബീന മുരളി നേരത്തെ തൃശ്ശൂരിന്റെ മേയർ അടക്കം ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള പദവികൾ വഹിച്ചിരുന്ന ഒരാളാണ്. സ്വാഭാവികമായും അടുത്തൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതൊരു വനിതാ മേയർ ആയിരിക്കും തൃശ്ശൂരിനെ സംബന്ധിച്ച് വരിക. അങ്ങനെയെങ്കിൽ ബീന മുരളിയുടെ പേരുകളടക്കം ഈ വനിതാ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതുകൂടി മുൻനിർത്തിയാണോ ഈ വാർഡ് ഈ ഡിവിഷൻ ഒഴിവാക്കിയതെന്നൊരു ആശങ്ക ഇപ്പോൾ ഈ CPIയുടെ ഒരു വിഭാഗം പ്രവർത്തകരിലും രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നു. ഇനിയും ഇതിനകത്ത് പാർട്ടിയുടെ പിന്തുണ അടക്കം ഉണ്ടായില്ല എങ്കിൽ ഒരു രാജിവെക്കുന്ന നടപടികളിലേക്ക് അടക്കം ബീന മുരളി കടന്നേക്കും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്ന. കാശ്മീർ.